നമ്മുടെ സംശയം ക്രിയാറ്റിൻ സപ്ലിമെന്റ് ആക്കി എടുക്കുമ്പോൾ കിഡ്നിക്ക് വല്ല തകരാറും ഉണ്ടാവുകയെന്നാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക റിസർച്ചുകളിലും പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ അവരുടെ കിഡ്നിക്കൊന്നും തകരാറുകൾ സംഭവിക്കുന്നില്ല. അതായത് കിഡ്നി ഫംഗ്ഷൻ ഓൾറെഡി നോർമലായ ഒരാളാണ് ക്രിയാറ്റിൻ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ തീരെ സാധ്യതയില്ല. എന്നാൽ കിഡ്നി ഫംഗ്ഷൻ നോർമൽ അല്ലാത്ത ഒരാൾ നടത്തിയ റിസർച്ചിൽ പറയുന്നത് ക്രിയാറ്റിൻ എടുക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയും അയാളുടെ റീനൽ ഫംഗ്ഷനെ അത് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണോ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ മസിൽസിന്റെ ക്രിയാറ്റിന്റെ ലെവല് നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ക്രിയാറ്റിനിൻ എന്നുള്ളതിന് അടിസ്ഥാനമാണ്. ക്രിയാറ്റിൻ മെറ്റബോളൈസ് ചെയ്തിട്ടാണ് ക്രിയാറ്റിൻ ഉണ്ടാവുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ ലെവൽ നോക്കുമ്പോൾ നമുക്ക് ക്രിയാറ്റിൻ എത്രത്തോളം ഉണ്ട് എന്നൊരു ധാരണ കിട്ടുമെങ്കിലും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമൽ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് RFT ചെയ്യുന്നതാവും കുറച്ചുകൂടെ നല്ലത്. കിഡ്നി ഫംഗ്ഷൻ അബ്നോർമൽ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിയാറ്റിൻ എടുക്കേണ്ടതിനെ ഭയക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.